ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പുതിയ കൃഷി തുടങ്ങുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു തൈ നടുമ്പോൾ ആ മണ്ണ് എങ്ങനെ ഒരുക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നടാൻ പോകുന്നത് മുളക് തൈയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീട്ടിലേക്കും അത്യാവശ്യമായ ഒരു കാര്യമാണല്ലോ പച്ചമുളക്. അപ്പോൾ പച്ചമുളക് നമ്മളൊരു 10 മൂട് നമ്മുടെ വീട്ടിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദിവസവും നമുക്ക് അതിനകത്തുനിന്ന് തന്നെ പച്ചമുളക് കിട്ടും. നമുക്ക് പുറത്തുനിന്ന് വിഷം അടിച്ചതൊന്നും വാങ്ങിക്കണം. അപ്പം നമുക്ക് മുളക് തൈ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാനിതൊരു പോട്രയിൽ പാവി മുളപ്പിച്ച തൈയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇവിടെ പോട്രയിൽ പാവി മുളപ്പിക്കുന്നതാണ്. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ഈ ട്രെയിൽ മുളപ്പിക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പം നമ്മളിത് തൈ എടുത്തിട്ടുണ്ട്, നടാൻ വേണ്ടിയിട്ടുള്ള തൈ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി എങ്ങനെയാണ് മണ്ണ് ശരിയാക്കുന്നതെന്ന് നോക്കാം. എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഗ്രോ ബാഗിൽ നടാം, നിലത്ത് നടാം, നമുക്ക് എങ്ങനെയാണ് സ്ഥലം ഉള്ളതെന്ന് ഉദ്ദേശിച്ച് ആ രീതിയിൽ നമുക്ക് തൈകൾ നട്ടു കൊടുക്കാം. ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിലും നിലത്താണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മണ്ണ് ട്രീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം പല സ്ഥലങ്ങളിൽ പല pH-കളായിരിക്കും, മണ്ണിൻ്റെ pH ലെവൽ പലതായിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു ഏരിയൻ്റെ സ്ഥലത്തിന് 1 കിലോ ഡോളമെറ്റ് എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു രീതിയാണ് നമ്മുടെ മണ്ണിൻ്റെ pH ലെവൽ. അപ്പോൾ അത് ഓരോ സ്ഥലത്തിൻ്റെയും പല രീതിയിലായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മണ്ണിൻ്റെ pH ലെവലാക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവിടെ നമ്മൾ കുമ്മായം ചേറി അല്ലെങ്കിൽ ഡോളമേറ്റ് ചേറി ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഡോളമേറ്റ് ചേറി ഇട്ട ശേഷം നമ്മളത് വെള്ളം നനയ്ക്കാനൊന്നും പോകണ്ട. അപ്പോൾ 7 ദിവസം നമ്മൾ ആ മണ്ണ് വെയിൽ കൊള്ളിക്കണം. അപ്പോൾ ആ മണ്ണ് വെയിൽ കൊള്ളിച്ച ശേഷം ആ മണ്ണിലാണ് നമ്മളിനി വളം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 7 ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ വാരമാണെന്നുണ്ടെങ്കിൽ വാരം എടുക്കുക, ഗ്രോ ബാഗ് ആണെങ്കിൽ ഗ്രോ ബാഗ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഴികളാക്കിയാലും മതി. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് തൈകൾ നടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, ഇവ ഏത് കൃഷിക്കും നമ്മൾ മെയിനായിട്ട് ചേർക്കേണ്ട ഈ 3 വസ്തുക്കളാണ്. അറിയാൻ പറ്റുന്ന ഈ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു തൈ നടാൻ നേരത്ത് നമ്മൾ ആദ്യം വാരം തുറക്കുക. അപ്പം നമ്മൾ ആദ്യം വാരം പിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് വാരം എടുത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ വാരം നമ്മൾ ഇഞ്ചിക്കൊക്കെ വരത്തില്ലേ, അതേപോലെ ആ വാരം നമ്മൾ തുറന്നിട്ട് അതിനകത്ത് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി ഇവ ഇട്ട ശേഷം നമ്മൾ ആ വാരം മൂടണം. മൂടി ശേഷം 2 ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട ശേഷമാണ് നമ്മൾ ഇതുപോലുള്ള തൈകൾ നട്ടു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മണ്ണ് ഡോളമെറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്ത ശേഷമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ദിവസവും വെള്ളം നനച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ചെടിക്കൊരു 4 ഇല പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, 4 ഇല പരുവായ ചെടിയാണിപ്പോൾ നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 അടുത്ത ഇലകൾ വരാൻ തുടങ്ങുമ്പോഴും നമ്മളിനി എന്തൊക്കെ വളങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അടുത്ത ഇലകൾ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ജൈവവളങ്ങളാണ് കൂടുതൽ നല്ലതെന്ന് വാങ്ങിക്കുന്ന പിണ്ണാക്ക് വളങ്ങൾ വളരെ നല്ലതാണ് നമ്മൾ